ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ നെയ്ച്ചോറ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ്. നെയ്ച്ചോറ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് കൈമാ റൈസാണ്. ഞാനിവിടെ 4 കപ്പ് കൈമാ റൈസ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായാൽ 100 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയാണ്. എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു പകുതി ഉള്ളി കനം കുറഞ്ഞരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വഴന്ന് വരുമ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഞാനിവിടെ 4 കപ്പ് അരി എടുത്തുകൊണ്ട് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു പീസ് പട്ട, 4 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 സ്പൂണ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു മീഡിയം ഫ്ലെയിമിലായി കൊടുക്കണം, എന്നാലേ അരിൻ്റെ ഉള്ളൊക്കെ വെന്ത് വരികയുള്ളൂ. ഇനി ഇത് വെള്ളം വറ്റിയാൽ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടിയിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കിയിട്ട് എല്ലായിടത്തും ആയി കൊടുക്കുക. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അരി ഒട്ടും തന്നെ തമ്മിൽ ഒട്ടിയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പൊരിച്ചു വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.